കേവലം 60 രൂപയ്ക്ക് ഒരു അടിപൊളി എക്സ്പോർട്ടോ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ മാർച്ച് 30 മുതൽ തുടങ്ങുന്ന ഫോർട്ട് കൊച്ചിൻ ഫെസ്റ്റ് 2025 എന്ന എക്സ്പോയെ കുറിച്ചാണ് ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ആഫ്രിക്കൻ പൈത്തൺ, അതുപോലെ തന്നെ ഇഗ്വാന, അതുപോലുള്ള നിരവധി ആനിമൽസും അതുപോലെ തന്നെ നിരവധി പക്ഷി മൃഗാദികളെല്ലാം നമ്മുടെ ഈ ഫെസ്റ്റിലുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും പറത്തങ്ങ് വിട്ടേക്കോട്ടോ. അതോടൊപ്പം തന്നെ പിള്ളേർക്ക് അടിച്ച് പൊളിക്കാനായിട്ടൊരു കിഡ്സ് അമ്യൂസ്മെന്റ് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രുചികരമായിട്ടുള്ള കൊച്ചിയുടെ തനതായിട്ടുള്ള ശൈലിയിലുള്ള നല്ല രുചിഭേദങ്ങളോട് കൂടിയുള്ള ഫുഡ് കോർട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാ ദിവസവും നല്ല അടിപൊളി മ്യൂസിക് ഷോസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ സംഭവം പൊളിയല്ലേ? കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചി സോൺ ആദർശ സമ്മേളനം നടന്നു. സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 135ഓളം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആദർശ സമ്മേളനത്തിന്റെ ഭാഗമായി കൊച്ചി സോൺ ആദർശ സമ്മേളനം കൊച്ചങ്ങാടി ക്രോസ് റോഡിൽ KV ഹുസൈൻ മുസ്ലിയാർ നഗറിൽ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് നീന പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു. ചെമ്പിട്ടപ്പള്ളി മക്കാം സിയാറത്തോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. ചെയർമാൻ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ SJM കൊച്ചി റേഞ്ച് പ്രസിഡന്റ് അലിയാർ ഉസ്താദിന്റെ ദുആയോടെ ആരംഭിച്ച സമ്മേളനം കൊച്ചി സോൺ മെന്റർ MP അബ്ദുൽ ജബ്ബാർ സക്കാഫി ആമുഖ പ്രഭാഷണവും സമസ്ത മുഷാവറ അംഗവും മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനവും ചെയ്തു. നബിയുടേത് കാണാം. ഏറ്റവും അവസാനം സിഗ്നേച്ചർ മുഹമ്മദ് നബിയുടെ ഒപ്പം ഗൂഗിൾ പറഞ്ഞു തരികയാണ്. ഹാത്തം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയ ഒരു സീല്, സിഗ്നേച്ചർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് എഴുതുമ്പോൾ ആ സീല് കൊണ്ട് സീല് വെച്ചിട്ടാണ് കത്തയക്കാറുള്ളത്. നാഗരികതയുടെ എല്ലാ പാഠങ്ങളും ലോകത്ത് പഠിപ്പിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അംഗീകരിക്കുകയും അവിടുത്തെ റൗള സിയാറത്ത് ചെയ്യുകയും അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുകയും ആ സ്വലാത്ത് നിസ്കാരത്തിന്റെ ഉള്ളിലും പുറത്തും ഞാൻ എത്ര തവണയാണ് ആ മുത്ത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നൊരു സ്വഹാബി ചോദിച്ചു. തിരുദൂതർ പറഞ്ഞു, നീ ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കോ. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ആ നബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. സ്വഹാബത്ത് ചോദിച്ചു, എത്രയാണ് ചൊല്ലേണ്ടത്? മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് മതങ്ങൾ രൂപം കൊണ്ടതെന്നും മനുഷ്യർ പരസ്പരം സ്നേഹം പങ്കുവെക്കണമെന്നും സൗഹാർദ്ദം നിലനിർത്തണമെന്നും ഉദ്ഘാടന പ്രസംഗം നടത്തിയ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. ഫൈസൽ അൽസനി രണ്ടത്താണി, മൂസൽ അമീൻ സക്കാഫി, അൽ അർഷദി എന്നിവർ വിഷയാവതരണം നടത്തി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം PSK മൊയ്തു ഭാക്കവി മാടവന ഉസ്താദ് സമാപന ദുആക്ക് നേതൃത്വം നൽകി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് VH അലി ദാരിമി, SYS എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി VK ജലാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ നേതാക്കളായ മുഹമ്മദ് റഫീഖ് നീന, സലാം കൈതാരം, കരീം മണക്കാടൻ, ഷമീർ കൽവത്തി, ഫൈസൽ നിസാമി, സോൻ നേതാക്കന്മാരായ സൈനുൽ അബ്ദീൻ തങ്ങൾ, അനീഫാജി, സുൽഫിഖർ സഖാഫി, A വാഹിദ്, അബ്ദുൽ കലാം, നൂർ മുഹമ്മദ്, സഗീർ ഹുസൈൻ, അഹമ്മദ് അദനി എന്നിവർ സംബന്ധിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സോൺ ജനറൽ സെക്രട്ടറി P. ഇബ്രാഹിം സ്വാഗതവും കൺവീനർ AB നാസർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.